അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. പ്രതികൾ പണവും ഭക്തർ സമർപ്പിച്ച സ്വർണം വെള്ളി ആഭരണങ്ങളും മോഷ്ടിക്കുന്നതിന്റെ വ്യക്തമായ സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. ക്ഷേത്രത്തിലെ കൗണ്ടറുകളിലിരുന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനൊപ്പം പ്രതികൾ അതിവിദഗ്ധമായി നോട്ടുകെട്ടുകൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കേവലം 39 ദിവസത്തിനിടെ 70ഓളം തവണ ഇത്തരത്തിൽ വൻതോതിൽ പണം കടത്തിയതായി SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൗണ്ടറുകളിൽ വെച്ച് മോഷ്ടിക്കുന്ന പണം പ്രതികൾ ക്ഷേത്ര സമുച്ചയത്തിലെ ശൗചാലയത്തിലാണ് താൽക്കാലികമായി സൂക്ഷിച്ചിരുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നു. ആരും സംശയിക്കാത്ത രീതിയിൽ ശൗചാലയത്തിൽ ഒളിപ്പിച്ച ശേഷം സുരക്ഷിതമായ സമയങ്ങളിലാണ് ഇവ പുറത്തേക്ക് കടത്തിയത്. 500 രൂപയുടെ നോട്ടുകെട്ടുകളിലാണ് നിരന്തരമായി കുറവ് വന്നത്. ക്ഷേത്രത്തിൽ നിന്നും പണം സ്വീകരിച്ചിരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ തുക കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്നില്ല. കേവലം നോട്ടുകെട്ടുകളുടെ എണ്ണം മാത്രം നോക്കി വൗച്ചറുകൾ നൽകിയ ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയും തട്ടിപ്പിന് ആക്കം കൂട്ടി. ഭക്തർ പെട്ടിയിലിടുന്ന വിലപിടിപ്പുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ പണത്തിനൊപ്പം കലരാത്ത രീതിയിൽ പ്രതികൾ തുടക്കത്തിൽ തന്നെ മാറ്റിവെച്ചിരുന്നു. സംഭാവന പെട്ടിയിൽ നിന്നും ലഭിക്കുന്ന ആഭരണങ്ങളുടെ കൃത്യമായ പട്ടിക ട്രസ്റ്റ് പിന്നീട് മാത്രമാണ് തയ്യാറാക്കിയിരുന്നത്. ഈ കാലതാമസം പ്രതികൾക്ക് ആഭരണങ്ങൾ ചോർത്താൻ വലിയ സഹായകമായതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ ബാങ്ക് ജീവനക്കാരെ അടക്കം കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഈ വർഷം ഏപ്രിൽ 25 മുതൽ ജൂൺ 5 വരെയുള്ള 39 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് 70 തവണ നടന്ന ഈ വൻ കൊള്ളയുടെ ചുരുളഴിഞ്ഞത്. ഇതിനു പുറമെ 2002 മുതൽ 2025 വരെയുള്ള രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഓഡിറ്റ് റിപ്പോർട്ടുകളും SIT സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഓഡിറ്റുകളിലും വലിയ തുകയുടെ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. നിലവിൽ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന 8 പ്രതികളെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. 3 ദിവസത്തേക്കാണ് പ്രതികളെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനിടെ കോടികളുടെ ഈ ക്ഷേത്രക്കൊള്ളിയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്കെതിരെ അടിയന്തരമായി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്.